കണ്ടപ്പോളെ എലി പറയാ എനിക്ക് അപ്പഴേ സംശയം ഉണ്ടായിരുന്നു. ഇതാരാ ബാബു? ഇതാരാ അയച്ചേക്കുന്നത്? ഇതെന്തിന്? അത് കഴിഞ്ഞിട്ട് അയ്യോ അത് മാറിപ്പോയത് അത് ബാബുശേട്ട് ഏസലായിരുന്നു. അത് എന്തിനാ നിങ്ങളുടെ മറ്റേ കപ്പിൾ ഫോട്ടോ അല്ല കപ്പിൾ നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. കപ്പിളാ? എന്തൊരു കപ്പിള്? കപ്പിള് ചുമ്മാ വല്ലതൊക്കെ പറയല്ലേ ബാബു ഇതൊന്നും അല്ലായിരുന്നല്ലോ ഇന്നലത്തെ ഡ്രസ്. ഇതെന്തൊരു S3 മാജിക്ക് ചോദിച്ചവരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതല്ല ബാബു തന്നെ. എന്താണ് തിരിച്ച് വയറുവേന എടുക്കണം അത് വായിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് മുരളിയില്ലായിരുന്നോ കല്യാണം? അതല്ലല്ലോ, സോറി, കാറിലൊരു കല്യാണം അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കഴിഞ്ഞിട്ട് സുനിമോൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. നീയും പിങ്ക് ഷർട്ടല്ലേ? ഒരു പിങ്ക് ഷർട്ടല്ലേ? അതെ ഒരു പിങ്ക് ഷർട്ടും അവളുടെ വെളുത്തൊരു എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മളെ. അല്ലേ ഈ കപ്പ് ഷൂട്ട് എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഡെമോ ഷൂട്ടായിരുന്നു നമ്മളെ. അത് എങ്ങനെ മനസ്സിലായില്ല? കപ്പ് ഷൂട്ട് നമ്മള് മറ്റേ ചെറിയ പരിപാടി മറ്റേ മാരേജിനെ അത് എടുക്കുമ്പോ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഡെമോ ഷൂട്ട് ബാക്കിയുള്ളവർ കാണിച്ചു കൊടുത്താണോ? കാണിച്ചു കൊടുത്തേനെ. അതിനെയാണ് ഇവരൊക്കെ ചുമ്മാ പറഞ്ഞിട്ട് ഓരോന്ന്. ഞാൻ എന്തേ ഈ പെണ്ണിന്റെ പുറകെ പോനെ. ഉറപ്പല്ലേ? സിഗ്മ ബാബു. ഓക്കെ. എടാ കണ്ണാപ്പി, നീ എന്നോട് ചോദിച്ചില്ലായിരുന്നു മറ്റേ ഐസലിനെ നോക്കിക്കോട്ടെ? ഒരു മിനിറ്റ് എന്താടാ എന്നോട് ചെറിയ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പൊ എന്താ വേറെന്താ പറഞ്ഞ പോലെ? എന്തിന്? ഹലോ അല്ല, സിഗ്മ വേണേ ആൽഫയോ വേറെ ഗാമയോ ആക്കാന്ന് വിചാരിച്ചു. കണ്ണമനെ ഞാനൊരു നിനക്കൊരു അവസരം തരാം. നീ അത് നന്നായിട്ടൊന്ന് മുതലാക്കി തരണേടാ. ഒരു മിനിറ്റ് ഇവനൊരു 2 മിനിറ്റ് കൊടുക്കട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വന്നേ വാ വന്ന്. അപ്പൊ എങ്ങനെ ബാക്കി പറ. അല്ല മള്ളി, ഇത് ശരിക്കും പറഞ്ഞ റിലേഷൻഷിപ്പ് അല്ല മള്ളി. ഞാനും വേറെ ആരെയും നോക്കൂല, കേസിലും വേറെ ആരെയും നോക്കൂല. വേറൊന്നുമില്ല. അയ്യേ സിഗ്മയാണ് നീ അല്ലേ? അതെ വേറെ ആരെയും നോക്കാൻ പറ്റില്ല. അല്ല, ഈ ഞാനും വേറെ ആരും നോക്കൂല, കേസിലും വേറെ ആരും നോക്കൂല. കാരണം നമ്മൾ തമ്മിൽ നിൽക്കുകയാണോ? കണ്ണമനെ നീ സിംഗിൾ ആണോ? അല്ലല്ല, അവന് ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ. ഇല്ല ഗേൾഫ്രണ്ട് ഒന്നുമില്ല. ഈ ആഴ്ച അല്ലടാ നീ മറ്റേ കൊച്ചിന്റെ പുറകെ നടക്കണത്. ചുമ്മാ നമ്മള് പ്രാങ്ക് ഷോ ഹേസലിനെ പറ്റി എന്താണ് കണ്ണമനെ നിന്റെ അഭിപ്രായം? കിടിലൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടോ? ബാബുചേട്ടുള്ളതുകൊണ്ട് അന്ന് ഞാൻ വിട്ടത്. വേണം ബാബുചേട്ടനോട് സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ടോ? കണ്ണാപ്പി പോയാ അവിടെ വേറെ ആളെ വെക്കില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഒരാളെ കടിക്കാൻ വേണ്ടി മറ്റേ പാമ്പിനെ സിറ്റി ഇറക്കി വിട്ട പാമ്പ് ആളാരാണെന്നൊന്നും അറിയാതെ എല്ലാരെയും കൊത്തും കേട്ടാ. അങ്ങനെ എലിയാവൻ കൊത്തുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല, മനസ്സിലായ? അത് വേറെ ആരും കൊത്തുമില്ല. ഇനി സത്യം പറ മള്ളി. അതെ മള്ളി, അങ്ങനല്ലേ മള്ളി. മലയാളിക്ക് ഇപ്പൊ എല്ലിയുടെ ഒരു സാധനം തോന്നിയില്ലേ? ഇങ്ങനെ അടി വയറ്റിന്ന് മറ്റേ വയറുവേനക്ക് മുന്നേ അടി വയറ്റിൽ മനസ്സിലാവുന്നുണ്ടോ? ഒന്നും തോന്നിയില്ലേ എലിയുടെ അടുത്ത്? ഒന്നും തോന്നിയില്ലെന്ന് പറഞ്ഞാൽ നീ അടുത്തത് പറയും. അങ്ങനെ തോന്നി. അത് ഞങ്ങൾ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ടാണ് തോന്നിയത്. എനിക്കും ഇന്നലെ വൈകിട്ടാണ് തോന്നിയത്. അതായത് ഞാൻ ചോദിക്കുന്നത് റിലേഷൻഷിപ്പ് ആയോ ഇല്ലയോ?
സമ്മതിച്ചില്ല, പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞേ. ആര്? ഗീസല്. ഒരു മിനിറ്റ്. ഐ ലവ് യു. സോറി. അതെന്നെയാണ് വിളിച്ചതിപ്പോ. അറിയാം. കോള് കട്ട് ചെയ്താൽ നല്ല ഇടിക്കും. ഐ ലവ് യു. I love you. വെച്ചോട്ടെ ഇനിയെങ്കിലും. ഇനി പറയുന്നതൊക്കെ വളരെ മോശമാണ്. ഐ ലവ് യു. ഉളുപ്പില്ലാത്ത പട്ടി. ഇത്രക്ക് ക്രിഞ്ചാവോടെ ആൾക്കാര്? മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഇല്ല മലയാളി. റിംഗ് ടൂൺ ഇട്ടിട്ട് അപ്പുറത്തെ ഫോൺ ഇന്ത്യയിലോട്ട് വിളിക്കും. നീ എന്തിനു പറഞ്ഞേ? ചിക്മേ തുപ്പിത്തരം പട്ടി നിനക്ക്. ചിക്മേ ഞാൻ പെണ്ണ് കിട്ടാതിരുന്നപ്പോ ഇത്ര നാള് മറ്റേ ചിക്മ എന്ന് പറഞ്ഞോണ്ട് നടന്ന് പോരുത്തി സെറ്റ് ആയപ്പോ അവൻ ഐ ലവ് യു. അവന്റെ ചിക്മ. നീയല്ല, ഇവിടുത്തെ എല്ലാവരും തന്നെ പറയണേ. പെണ്ണ് കിട്ടാതിരിക്കുമ്പോ പറയാം സിഗ്മ ആണെന്ന്. പെണ്ണ് കിട്ടി കഴിയുമ്പോ ഐ ലവ് യു വാവച്ചി എന്നൊക്കെ ആവും. പിന്നെ അതങ്ങ് ചിക്മ അവന്റെ. സ്വാഭാവികം. ഓ അയ്യോ എന്റെ കമ്പാക്ക് അണ്ണാ. അയ്യോ എന്റെ അമ്മേ. അയ്യോ അത് തൊഴട്ടെ. രണ്ടാണേലും കണക്കല്ലേ. ഓരോ അജ്മൽ ബോബ്സ് പറഞ്ഞ ആയിട്ടില്ല. ട്യൂണിങ്ങിലാണിത്. അങ്ങനെ നിനക്ക് ഇതൊക്കെ എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വരണടാ? അല്ല അങ്ങനെയല്ല മലയാളി. ഇത് ഒരു മലയാളിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ നല്ല ഡൗട്ട് ഉണ്ട് മലയാളി. എന്നെ ഡൗട്ട് അടിക്കാൻ ഇരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് മനപ്പൂർവ്വം ഇത്. എന്ത്? അത് മലയാളിക്ക് എന്നെ പല സാഹചര്യത്തിലും ഡൗട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പൊ ഇനി അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ മനപ്പൂർവ്വം ഒരു കൊച്ചുവരെ കമ്മിറ്റ് ആവണേനെ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി എന്നെ ഡൗട്ട് അടിക്കൂലല്ലോ. ഹലോ. ഇല്ല, ഇടയ്ക്കിടെ അലീനയുടെ പേരൊക്കെ വെച്ച് മലയാളി പറയും. അതാണ് ഇതാകുമ്പോ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. 5 പൈസയുടെ ബുദ്ധിയില്ല. കഴിഞ്ഞ അവിടെ കഴിഞ്ഞ സത്യം ചെയ്യാൻ മതി. ഒരു മിനിറ്റ് എനിക്കൊരു വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു. അധികം മുക്കണ്ട. സിനിമ വന്നേ. ഫുള്ള് വീഡിയോ ഉണ്ടായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവർ രണ്ടുപേരും സിംഗിളായി ഞാൻ കണ്ണ് കെട്ടിട്ട് ഫോട്ടോ എടുക്കും. അതല്ലേലും അങ്ങനെയാണല്ലോ. ബാക്കിയുടെ ഫോട്ടോ ഉണ്ടോ? എന്തൊരു മണ്ടനാണ് ഇവൻ. കണ്ണേടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കറക്റ്റ് ആണെന്ന് വീണ്ടും നോക്കൂലേ. അല്ല മറ്റേ അതിന്റെ ഞാനാണെങ്കിൽ ടൈറ്റിൽ കിട്ടൂല. അവരൊരു ധൈര്യത്തിന് വേണ്ടിട്ട് ഞാൻ കിട്ടുന്നത്. മറ്റേ അതിന്റെ അകത്തൂടെ കാണാൻ പറ്റും. വീഡിയോ അല്ലാട്ടാ. വീഡിയോ ഉണ്ട്. എനിക്ക് അങ്ങനെ ഇതൊന്നും കാണാനൊന്നല്ല. കല്യാണം ഇച്ചിരി ഉളുപ്പുണ്ടാന്ന് വേണം ചോദിക്കാൻ. നമുക്ക് കല്യാണം കഴിക്കാനുള്ളതല്ലേ. വെറുതെ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട്. അയ്യോ നിന്റെ അറിവിനെ പറ്റി ഇവിടെ പറയല്ലേ മിസ്റ്റർ കംബാക്ക്. നിന്റെ പേര് തന്നെ ഉണ്ട് കം ബാക്ക്. മാത്രമല്ല നീ ഒന്നും ഇതിനെ പറ്റി ഇവിടെ വിവരിക്കരുത് ദയവേത്. ഇല്ല അങ്ങനെ കം ബാക്ക് എന്ന് പറയാൻ പറ്റില്ല മലയാളി. ഈ സിറ്റിയിലെ കല്യാണം കണ്ടുപിടിച്ചതിന് മുന്നേ ഗർഭം കണ്ടുപിടിച്ച ഒരേ ഒരാൾ ഗീരിയാണ്. ഇവിടെ മാരേജ് ബ്യൂറോ വരുന്നതിന് മുമ്പ് വയറ്റിലുണ്ടാക്കിയവനൊക്കെയാണ് ഇവിടെ വർത്താനം പറയണേ. സത്യം. മാരേജ് ബ്യൂറോ ഇല്ലാത്തതിന്റെ പേരിൽ കൊച്ചിനെ കൊന്നളഞ്ഞ്. സത്യം. ഇവന്റെ ഹ്യൂമൻ മോണസ്റ്റർ. ബാബു തോന്നേ
നമ്മുടെ മാരേജ് ബ്യൂറോയുടെ ഫോട്ടോ അല്ല ഇനി തൊട്ട് ഞാൻ എടുത്തോളാം. മള്ളി അത് കുറച്ചു നേരം പണിയുണ്ട്. രാവിലെ ഡ്രസ് ഇട്ട ഫോട്ടോ എടുക്കേണ്ടി വരും. വിഷ്വൽ വഴിയൊക്കെ പഠിച്ചത് ഇതിന് വിഷ്വൽ കുറവുണ്ടോ? ഇല്ല പക്ഷെ രാവിലെ ഡ്രസ് ഇട്ട ഫോട്ടോ ഒരുപാട് എടുക്കേണ്ടി വരും. അതിനവിടെ നിർത്താം. ഓ രാത്രിത്തെ സെക്ഷൻ മാത്രം. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞാൽ മതി. അതെ വൈകിട്ടത്തെ ഡ്യൂട്ടി ഞാൻ എടുത്തോളാം. ഓ ഇങ്ങനെ പറയണം, ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫർ. ആ എങ്ങനെയുണ്ട്?